Watch India's largest kids library only on Jio Hotstar. Download the app now. ഇവിടെ മോട്ടു പത്ലു ആരാണ്? ഞങ്ങളാണ് മോട്ടു പത്ലു. എന്തേ? അരേ വാ, നിങ്ങൾ രണ്ടുപേരാണോ മോട്ടു പത്ലു? സ്മൈൽ പ്ലീസ്. അതേ സുഹൃത്തെ, എന്തിനാണ് ഫോട്ടോ എടുക്കുന്നത്? നിക്ക് എന്നെ ഇങ്ങനെ ഫോട്ടോ എടുക്കരുത് പ്ലീസ്. സർ പ്ലീസ്, നിങ്ങളെ ഫുർഫുരി നഗറിന്റെ പേരും പെരുമയും പ്രശസ്തിയുമാണ്. ഞങ്ങൾ നിങ്ങളുടെ ലൈഫിനെ പറ്റി ഒരു സിനിമ ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. സർ 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 പ്ലീസ് പോസ്. ഒന്ന് മാറിക്കടോ. സർ 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 സമോസ കുറച്ചൊന്നോ മാറ്റി പിടിച്ചേ. ആ ശരിയാണ്, ഇപ്പൊ ശരിയാണ്. ഓക്കെ സർ. സർ ലുക്ക് ദിസ് സൈഡ് സർ. യെസ് വെരി ഗുഡ്. ഒരു പ്രാവശ്യം മുകളിലേക്ക് നോക്കൂ സർ, ഒരു പ്രാവശ്യം മുകളിലേക്ക് പ്ലീസ്. ചേട്ടാ ഒന്ന് നിക്ക്, ഞങ്ങള് വലിയ സ്റ്റാറുകളൊന്നും അല്ല, ഞങ്ങളൊരു സാധാരണക്കാരാ, കോമൺ മാൻ. എന്റെ പത്ലു, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. യുവമാര് നമ്മളെ ജീവിക്കാൻ സമ്മതിക്കൂല. ഒരു സമൂസ പോലും കഴിക്കാൻ സമ്മതിക്കുന്നില്ല. ചുമ്മാ മുകളിൽ താഴെ എന്ന് പറഞ്ഞോണ്ടിരിക്കല്ലേ. ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാ, അല്ലാതെ മൂന്നാം കടയൊന്നും അല്ല. ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്നവരാ ഞാൻ. ജോണായിരിക്കും ഡോൺ. അല്ല, ഇയാളെ കൊണ്ട് വലിയ ശല്യമാണല്ലോ. തൂങ്ങിക്കണം അനുസരണ തലതിരിഞ്ഞവനെ. അപമാനത്തിന്റെ ഭാരമേറിയിട്ട ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നേ. ഇവിടെ ഷൂട്ടിംഗ് നടക്കാൻ പോവാണെന്ന്. എന്റെ പേഴ്സണാലിറ്റി ഇപ്പൊ ഹീറോയെ പോലെ ആക്കേണ്ടതുണ്ട്. ലെവന്മാർക്കിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്ന പണി എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. ഇനി ഞാനായിരിക്കും ഇവിടുത്തെ ടോപ്പ് സ്റ്റാർ, സൂപ്പർ സ്റ്റാർ. കൊള്ളാം ബോസ്, കൊള്ളാം. ഐഡിയ പറഞ്ഞാലും ബോസ്. ഏയ്, ലെവന്മാർ എങ്ങനെ പടമെടുക്കാനാണ്? ഷൂട്ടിംഗ് സൈറ്റിൽ നിന്ന് ഞാൻ പ്രൊഡ്യൂസറിനെയും ഡയറക്ടറെയും തട്ടിക്കൊണ്ടുവരാൻ പോവാ. എന്നിട്ട് പറയും എന്റെ ലൈഫ് പടമാക്കണമെന്ന്. കുറച്ചുകൂടെ താഴെ. മതി 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 മതി. അച്ഛാ, ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെ ഞങ്ങളെ മോട്ടു പത്ലുവിനെ കാണാൻ കൊണ്ടുപോയില്ലേ? നിങ്ങൾ രണ്ടുപേരും മോട്ടു പത്ലുവിനെ കാണാനല്ലേ ഇത്രയും ദൂരം കാഠ്മണ്ഡുവിൽ വന്നേ. തീർച്ചയായിട്ടും കൊണ്ടുപോവാം മക്കളെ. ക്യാമറമാൻ ചേട്ടാ, നിങ്ങളൊന്ന് ഇങ്ങോട്ട് വരുവോ? ഞാനൊന്ന് ഫ്രെയിം ചെക്ക് ചെയ്ത് നോക്കായിരുന്നു. ഞാനാണ് ജോൺ ദ ഡോൺ. നിങ്ങളിപ്പോ ഷൂട്ടിംഗ് നിർത്തിക്കോ. ഇനി നിങ്ങൾ എടുക്കാൻ പോകുന്ന പടം എന്നെ പറ്റിയായിരിക്കണം. ജോണിന്റെ ജീവിതത്തെ കുറിച്ചുള്ള പടം. വേഗം ഷൂട്ട് ചെയ്യേ. അവരെ പിടിക്കൂ. അവർ ഞങ്ങളുടെ അച്ഛനെ കൊണ്ടുപോകുന്നു. അച്ഛാ, എടാ ബദ്ധബുദ്ധി, നീ ഒന്ന് താഴേക്ക് കുനിഞ്ഞാലല്ലേ എനിക്ക് അകത്തോട്ട് കേറാൻ പറ്റത്തുള്ളൂ. ഇത് കുനിയടേ. നിങ്ങൾ മോട്ടു പത്ലു അങ്കിളല്ലേ? അതേ കുട്ടികളെ, പക്ഷെ നിങ്ങൾ ആരാണ്? അങ്കിൾ, ഞാൻ സമ്പന്ന. ഇത് സുരംഗനെയാണ്. നിങ്ങൾ രണ്ടുപേരും എന്തിനാ കരയുന്നേ? ഞങ്ങളുടെ അച്ഛൻ സൂര്യ ആചാര്യ പ്രൊഡ്യൂസറാണ്. ഞങ്ങൾ ഫുർഫുരി നഗരത്തിൽ ഷൂട്ടിങ്ങിന് വന്നതാ. ഞങ്ങൾ അച്ഛന്റെ കൂടെ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ. ഞങ്ങളുടെ അച്ഛനെ ആരോ അവിടുന്ന് പിടിച്ചോണ്ട് പോയി അങ്കിൾ. ആരാ മക്കളെ കൊണ്ടുപോയത്? മക്കൾക്ക് അറിയാം അവരെ? അവർ 3 പേരുണ്ടായിരുന്നു അങ്കിൾ. ഒരാളുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. ഒരാൾ വളരെ ഉയരത്തിലായിരുന്നു. ഒരാളല്ല, 2 പേർ. ഒരാളുടെ തോളിലാണ് മറ്റൊരാൾ ഇരുന്നിരുന്നത്. എന്നാൽ അവരുടെ ഡ്രസ് കണ്ടാൽ അത് ഒരാളാണെന്നേ തോന്നുമായിരുന്നുള്ളൂ. ഒരാളുടെ തോളിൽ മറ്റൊരാളോ? അത് നിനക്കെങ്ങനെ മനസ്സിലായി? അങ്കിൾ, അവർ കാറിൽ കയറാൻ നേരത്ത് അയാളുടെ തല ഡോറിൽ ഇടിച്ചിരുന്നു. അപ്പോൾ അയാൾ വേറെ ആരെയോ വഴക്ക് പറഞ്ഞിരുന്നു. കണ്ണു കണ്ടുകൂടാ, എന്റെ തല ഇടിച്ചത് കണ്ടില്ലേ? ഇപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, അത് അയാളുടെ തെറ്റായിരുന്നെങ്കിൽ അയാൾ വേറെ ആളെന്തിനാ വഴക്ക് പറയുന്നത്? അവർ 2 പേരാ അങ്കിൾ.
എന്താ സമ്പന്ന, നീയെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഓക്കെ മക്കളെ, ഒരു കാര്യം പറയൂ, നിങ്ങൾ അവരുടെ മുഖം കണ്ടിട്ടുണ്ടോ? എങ്ങനെയുണ്ടോ അവര്? ഒരു മിനിറ്റ്. ഇത് നോക്കൂ. അയ്യോ, ഇത് നമ്മുടെ ജോണല്ലേ? കൊള്ളാം സുരംഗനെ, കൊള്ളാം. നീ നല്ലൊരു കലാകാരിയാണ്. കുട്ടികളെ, ഞങ്ങൾ വാക്ക് തരുന്നു, നിങ്ങളുടെ അച്ഛന് ഒന്നും സംഭവിക്കില്ല എന്ന്. വരൂ ഞങ്ങളുടെ കൂടെ. ഷൂട്ട് ചെയ്യട്ടെ, ഞാനിപ്പോ ഷൂട്ട് ചെയ്യട്ടെ. എടാ, ഞാൻ പറയുന്നത് കേക്ക്. പടം ഷൂട്ട് ചെയ്ത് കാര്യമാണ് ഞാൻ പറഞ്ഞത്. പടം ഷൂട്ട് ചെയ്യാൻ പറഞ്ഞപ്പോ തോക്ക് കൊണ്ട് ഷൂട്ട് ചെയ്തു മണ്ടന്മാരെ. വേഗം ആക്ഷൻ എന്ന് പറയേ. ആക്ഷൻ. എല്ലാം എടുക്കണം. അത് ചേട്ടാ, ഞാനൊരു പ്രൊഡ്യൂസർ അല്ലേ, ഇവിടെ എനിക്ക് യാതൊരു റോളും ഇല്ലല്ലോ. ഞാനൊക്കെ പൊക്കോട്ടെ. എന്റെ പിള്ളേർ അവിടെ കിടന്ന് ടെൻഷൻ എടുക്കുകയായിരിക്കും. പ്ലീസ്, ഞാനൊന്ന് പൊക്കോട്ടെ. അയ്യോ, ഞാൻ ക്യാമറമാൻ അല്ല, ഞാൻ ഹീറോയാ. ഞാനൊന്ന് പൊക്കോട്ടെ പ്ലീസ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എങ്ങോട്ടും പോവാൻ പറ്റില്ല. വേഗം ഷൂട്ട് ചെയ്യാ, എല്ലാ ആംഗിളിലും ഷൂട്ട് ചെയ്യാ. ഞാൻ നിങ്ങൾ എങ്ങോട്ടും വിടില്ല. ക്ലോസർ ഷോട്ട്, മാസ്റ്റർ ഷോട്ട് ആൻഡ് കട്ട് ഷോട്ട്. വേഗം ഷോട്ടുകൾ ഇങ്ങനെ മാറി മാറി എടുത്തോണ്ടിരിക്കണം, മനസ്സിലായ? ഞാൻ പോവാ, നിങ്ങൾ എന്റെ പുറകെ വരണം. ആക്ഷൻ എന്ന് പറയണ മന്ദബുദ്ധി. വേഗം ഷൂട്ട് ചെയ്യേ. എന്ത്? ജോൺ ബാങ്ക് കൊള്ളയടിച്ച് പോവാണെന്നോ? വൈ ഫിയർ when Chingam is here? Hey, stop! Stop in the name of law. ഭാരതമാതാവാണ് സത്യം, ഇന്ത്യ രാജ്യമാണ് സത്യം. അവിടെ നിൽക്കാൻ. ചിങ്കം സാറേ, നിങ്ങളിപ്പോ ഫ്രെയിമിനകത്ത് കേറിയിരിക്കുകയാണ്. ആ സൈഡിൽ കൂടെ എങ്ങനെ പോ? ഇവിടെ ഷൂട്ടിംഗ് നടക്കുക. Oh, I'm sorry. Very sorry. ചിങ്കം സാറേ, നിങ്ങളെ ഞങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. ജോണി കുട്ടികളുടെ അച്ഛനെ പിടിച്ചുകൊണ്ട് പോയിരിക്കുക. അവരിവിടേക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി വന്നതാ. ഓ, ജോണിനോടൊപ്പം ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണോ? ഞാനും ഒരു ഫ്രെയിമിൽ വരേണ്ടതായിരുന്നു, പക്ഷെ എന്നോട് സൈഡ് മാറി നിൽക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ മാറി നിന്നു. ചിങ്കം സാർ, ആ ജോൺ നിങ്ങളെ വിഡ്ഢിയാക്കിയിരിക്കുകയാണ്. പത്ലു, ഡോക്ടർ ജഡ്കയ്ക്ക് ഫോൺ ചെയ്യേ. ഹലോ ഡോക്ടർ ജഡ്ക. മുമ്പിൽ നിന്ന് മാറി നിൽക്ക്, അല്ലെങ്കിൽ ജോൺ ഉറപ്പായും ഇടിച്ച് തെറിപ്പിക്കും. ക്യാമറമാനെ വേഗം ഒന്ന് ഷൂട്ട് ചെയ്യേ. മോട്ടു മുമ്പിൽ നിന്ന് മാറി നിൽക്ക്. നിനക്ക് വാനിനെ തടയാൻ കഴിയില്ല. മാറി നിൽക്ക്. മോട്ടു അങ്കിളിന് വാനിനെ തടയാൻ പറ്റും. മോട്ടു അങ്കിൾ, ഇതാ കഴിച്ച് പണി തുടങ്ങിക്കോളൂ. സമൂസേ പൊളിച്ചേ. അല്ല, ഈ കുട്ടികൾക്കൊക്കെ അറിയാലോ, ഞാൻ ഈ കുട്ടികളുടെ ഫാനായി മാറി പത്ലു. താങ്ക്സ്. ഈ പഞ്ചിന് ഒരു ക്ലോസപ്പ് വേണം. അരെ ക്യാമറമാൻ, പെട്ടെന്ന് ക്ലോസപ്പ്. പിടിച്ചോ പിടിച്ചോ, ഇത് ഷൂട്ട് ചെയ്യ്. അതെ, സൂപ്പർ ആയിട്ടുണ്ട്. ഷൂട്ടിങ്ങിൽ ആരും ശരിക്കും പിടിക്കാറില്ല, ഇടിക്കുന്ന പോലെ അഭിനയിക്കത്തേ ഉള്ളു. പോട്ടോ, എന്റെ വീട്. നീ ആരാടാ? ജയനാണോ? എന്റെ വീട. ഇനി തേച്ച് കുളിക്കാൻ വീട്ടില് കുഴപ്പമൊന്നും വിരിപ്പില്ല. എന്റെ വീട്. ഇനി എനിക്ക് താങ്ങാൻ പറ്റില്ല പോട്ടു. ഇനി വല്ല പച്ച മരുന്ന് കഴിക്കേണ്ടി വരും.
ജോൺ അവിടെ നിൽക്കേ. ആവൂ അങ്ങനെ ഒരു വിധത്തിൽ ഒരു രക്ഷപ്പെട്ടു. ക്ലോസപ്പും മാസ്റ്റർ ഷോട്ടും ബാക്കിയുണ്ട്. താങ്ക് യു മുണ്ടു അങ്കിൾ. താങ്ക് യു പത്ലു അങ്കിൾ. എന്തൊരു ഫൈറ്റ് ആയിരുന്നു. ടിഷ്യൂ ടിഷ്യൂ. താങ്ക് യു മോട്ടു പത്ലുജി, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ആ വൃത്തികെട്ട മനുഷ്യനിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ? അയാൾ എന്നെ ക്യാമറാമാനാക്കി കളഞ്ഞു. മോട്ടു പത്ലുജി, നിങ്ങൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. നിങ്ങൾ കാരണം എന്റെ മക്കളെ എനിക്ക് തിരിച്ചു കിട്ടി. നിങ്ങൾ കാഠ്മണ്ഡുവിൽ തീർച്ചയായിട്ടും വരണം. സൂരജ് ആചാര്യൻ സാറേ, ഞങ്ങൾ തീർച്ചയായിട്ടും വരും. കാരണം ഞങ്ങൾക്ക് അവിടെ ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ സമ്പന്നയും സുരംഗനയും ഉണ്ടല്ലോ. ആ ഈ രണ്ട് കുട്ടികളെ കാണാൻ ഞങ്ങൾ തീർച്ചയായും വരും. Watch India's largest kids library only on Geo Hotstar. Download the app now.